എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, പരിപാലിക്കുന്നു, അതൊക്കെ മനസ്സിലായി. എന്താണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ദൈവം അതിന് പിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ല. പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ് ബഹുമാനായ അനുജ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് നേരെ ഞാൻ അതിന് പറയാ, ഇത് ദൈവത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല എന്നാണ്. കാരണം സ്വാഭാവികമായും ഒരു കാര്യത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം പറയേണ്ടത് അത് ചെയ്തയാൾ, ഉദ്ദേശം വെളിപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആന്റെ വീക്ഷണത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ നിദർശനമാണ്. ദൈവം അവന്റെ അവന്റെ അസ്തിത്വത്തിൽ തന്നെ കാരുണ്യത്തെ ബാധ്യതയായി നിശ്ചയിച്ചവനാണ്. ആ കാരുണ്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്, നിദർശനമായിക്കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ അവന്റെ കാരുണ്യത്തിന്റെ 1% നൽകിയിരിക്കുന്നു എന്നാണ്. പ്രപഞ്ചത്തിലെ മൊത്തത്തിൽ അവന്റെ കാരുണ്യത്തിന്റെ 1%മാണുള്ളത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും നിലനിൽക്കുന്നത് അവന്റെ കാരുണ്യത്തിന്റെ ഈ 1% കൊണ്ടാണ്. അവന്റെ കാരുണ്യത്തിന്റെ 99% അർഹതയുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ മാറ്റിവെച്ചിരിക്കുന്നു. അവന്റെ കാരുണ്യത്തിന്റെ 99% അർഹതയുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി പടച്ചവൻ മാറ്റിവെച്ചിരിക്കുന്നു. ഈ 1% അവന്റെ സൃഷ്ടികൾക്കെല്ലാം സൗജന്യമായി നൽകുന്നതാണ്. ഈ 99% നേടിയെടുക്കണമെങ്കിൽ അർഹതയുണ്ടാകണം. ആ അർഹത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു എഫേർട്ട് വരണം. ഞാൻ നേരത്തെ എന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ, പ്രസന്റേഷനിൽ സൂചിപ്പിച്ചതുപോലെ, പ്രപഞ്ചത്തിലെ എല്ലാം പടച്ചവന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് എങ്ങനെ നിലനിൽക്കുന്നത്, അവക്ക് ആ നിയമങ്ങളിൽ നിന്ന് മാറാൻ കഴിയില്ല. സൂര്യന് നാളെ രാവിലെ 8 മണിക്ക് ഉദിക്കാമെന്ന് സൂര്യൻ വിചാരിച്ചാലും കഴിയില്ല. അതേസമയം ഈ സ്വാതന്ത്ര്യമില്ലാത്ത അവക്ക് പകരം സ്വാതന്ത്ര്യമുള്ള ഒരു വിഭാഗം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പടച്ചവന്റെ കാരുണ്യ 99% കാരുണ്യത്തിന്റെയും അർഹരാകാൻ കഴിയുക. അതിനുവേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ്. മനുഷ്യ സൃഷ്ടി പടച്ചവന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണമായ പ്രകാശനത്തിന് വേണ്ടി. ആ മനുഷ്യൻ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യത്തിൽ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ച് ആ സ്വാതന്ത്ര്യത്തെ സാർത്ഥകമാക്കിയവർക്കാണ് പടച്ചവന്റെ 99% കാരുണ്യത്തിന്റെയും പ്രകാശനം. അതാണ് സ്വർഗലോകമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പ്രപഞ്ച സൃഷ്ടി എന്നത് പടച്ചവന്റെ കാരുണ്യത്തിന്റെ നിദർശനമാണ്, കാരുണ്യത്തിന്റെ പ്രകടനമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.